ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇരുളെന്ന മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിനു മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്താൽ എല്ലാ നോട്ടിഫിക്കേഷനുകളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. രാത്രി വൈകിയാണ് വീട്ടിലെത്തിയത്. സോ ക്ഷീണം കാരണം ഒന്ന് ഉറങ്ങിപ്പോയി. അപ്പോഴാണ് ഉറക്കത്തിനിടയിൽ എപ്പോഴും ഇരുളെന്ന മൂവിയുടെ റിലീസ് ഉണ്ടെന്നുള്ളത് ഓർമ്മ വരികയും ഞെട്ടി എണീക്കുകയും ചെയ്തു. അങ്ങനെ സിനിമ കാണുകയായിരുന്നു. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളോടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ, അതായത് 3 കഥാപാത്രങ്ങളെ മാത്രം വെച്ച് കഥ പറയുന്ന ഒരു സിനിമയാണ് ഇരുൾ. ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലറെന്നോ അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലറെന്നോ അതും അല്ലെങ്കിൽ ഒരു മിസ്റ്ററി ത്രില്ലറെന്നോ നമുക്ക് വിളിക്കാം. കാരണം ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിലെവിടെയൊക്കെയോ എന്തൊക്കെയോ നമുക്ക് ഒരുപാട് ചിന്തിക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരുപാട് ടെൻസ്ഡ് ആക്കാൻ പോകുന്ന എന്തൊക്കെയോ സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട് എന്നുള്ളത് നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായതായിരുന്നു. അപ്പോൾ സിനിമയുടെ കഥാപശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, അലക്സും, അതായത് സൗബിൻ്റെയും ദർശനയുടെയും കഥാപാത്രങ്ങൾ, അലക്സും അർച്ചനയും, ഇവർക്ക് രണ്ടുപേർക്കും ഒരു വീക്കെൻഡ് ഔട്ടിങ്ങിന് പോകാൻ, ഒരു മറ്റാരും അറിയാതെ, ഒരു ഫോൺ പോലും ഇല്ലാതെ, ഒരു കാര്യങ്ങളും ഇല്ലാതെ ഒരു ഔട്ടിങ്ങിന് പോകാൻ ശ്രമിക്കുകയും, അപ്പോൾ അതിനിടയിൽ അവരുടെ ജീവിതത്തിലേക്ക് വന്നു പെടുന്ന ഒരു രാത്രി, അങ്ങനെ ഒരു സംഭവമാണ് ഇരുളെന്ന സിനിമ പറയുന്നത്. വളരെ നിഗൂഢതകൾ നിറച്ചുകൊണ്ട് തന്നെ സിനിമയുടെ കഥ ഏകദേശം പകുതിയാകുമ്പോഴേക്കും പ്രേക്ഷകനെ ഒരു ത്രില്ലർ ലെവലിലേക്ക്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് അടുത്തത് എന്താകും എന്നുള്ള ഒരു ചിന്തയോടുകൂടി കൊണ്ടുപോകാൻ ഈ തിരക്കഥയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സംവിധായകനും സിനിമാറ്റോഗ്രാഫറിനും ഒപ്പം സൗണ്ട് ഡിസൈനറിനും സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. അതുപോലെ തന്നെ അഭിനേതാക്കളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 3 പേരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി എനിക്ക് എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ 3 പേരും ഡ്രിങ്ക് ചെയ്തുകൊണ്ട് ഡയലോഗ്സ് പറയുന്നൊരു സീനുണ്ട്. അപ്പം 3 പേരും 3 ആംഗിളിലാണ് നിൽക്കുന്നത്. ആ സീനിൽ ആക്ച്വലി സിനിമാറ്റോഗ്രാഫറിനാണെങ്കിലും ആക്ടറിനാണെങ്കിലും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു സമയം തന്നെയായിരുന്നു. കാരണം ഈ 3 പേരും 3 ആംഗിളിൽ നിൽക്കുമ്പോൾ കട്ട് ആൻഡ് പേസ്റ്റ് എന്നുള്ളൊരു വിഷ്വല് അത് കാണിക്കാതെ ആ ക്യാമറ പാൻ ചെയ്ത് 3 പേരിലേക്കും കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ്. ആക്ടേഴ്സിന്റെ പെർഫോമൻസിനെയും ആ സൈഡിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അവർ 3 പേരും നന്നായിട്ട് ആ ഡയലോഗ് പ്രസന്റ് ചെയ്താൽ മാത്രമേ ആ ഒരു സീക്വൻസ് അത്രയും നന്നായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ സിനിമയിൽ ജോമോൻ ജോൺ ആണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിലുണ്ടായിരുന്നു. എസ്പെഷ്യലി ഇതൊരു നൈറ്റ് ഷൂട്ട് ആയതുകൊണ്ട് തന്നെ ഫുള്ള് നൈറ്റ് സീക്വൻസാണ് നമ്മൾ ആ സിനിമയിൽ കാണുന്നത്. ആ ഒരു രാത്രിയിലെ സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തൊക്കെയാണെങ്കിലും ഗംഭീരമായിട്ടുള്ള ഒരു കളർ ഗ്രേഡിങ്ങും ലൈറ്റിങ്ങും സിനിമാറ്റോഗ്രാഫിയും ഓരോ പാർട്ടിക്കിൾസിൻ്റെയൊക്കെ വളരെ മാക്രോ ഷോട്ടുകളൊക്കെ കാണിക്കുന്നത് ഇത്ര ഗംഭീരമായിട്ടെന്ന് പറയാം. നല്ല ക്വാളിറ്റി വിഷ്വലിൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിഗംഭീരമായിട്ട് തന്നെയാണ് നമുക്ക് ആ വിഷ്വൽസൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അത്രയും നന്നായിട്ടാണ് വിഷ്വൽസൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സിനിമയുടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആർട്ട് വർക്കാണ്. ഭയങ്കര രസമായിട്ടുള്ളൊരു ആ സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വീടിൻ്റെ ആർട്ട് എന്ന് പറയുന്നത് ചെയ്തിരിക്കുന്നത്, ആ വീടിനുള്ളിലെ ആർട്ട് ചെയ്തിരിക്കുന്നത് അതിഗംഭീരമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് ആ ടീമിൻ്റെ കാര്യത്തിലും വളരെ പ്രതീക്ഷയുണ്ട്. അത്രയും നന്നായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി എനിക്ക് ആ ബേസ്മെൻറ്റിൽ വരുന്ന 1-2 പോർഷനിൽ മാത്രമുള്ള ആർട്ട് വർക്കിനോട് ഒരു ഇത്തിരി വിയോജിപ്പ് തോന്നിയത്. അതുപോലെ തന്നെ തിരക്കഥയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു തിരക്കഥ, വളരെ നല്ല എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു തിരക്കഥയാണ് സിനിമയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്. പക്ഷേ ക്ലൈമാക്സ് ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി, കാരണം എവിടെയൊക്കെയോ ഒരു പ്രഡിക്റ്റബിളായി തോന്നിയ ഒരു സംഭവം കുറച്ചുകൂടി ഒന്ന് മാറ്റം വരുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു അനുഭവത്തിനേക്കാൾ വളരെ ഗംഭീരമായ ഒരു അനുഭവം കൂടി കിട്ടിയേക്കാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായമാണ്. പക്ഷേ ഇത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്കൊരു പോരായ്മ ഉണ്ട് എന്നല്ല പറഞ്ഞത്. കുറച്ചുകൂടെ സിനിമ പെട്ടെന്ന് തീർന്നു പോയതുപോലെ ഒരു ഫീല് തോന്നി. അത് വരാതിരിക്കണമായിരുന്നെങ്കിൽ ആ ക്ലൈമാക്സ് ഭാഗത്ത് കുറച്ചുകൂടെ ഒന്ന് ഡെപ്ത് ആക്കിയിരുന്നെങ്കിൽ ഒരു ഗംഭീര ത്രില്ലർ സിനിമ തന്നെയായിരുന്നു ഇരുൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ത്രില്ലിന് ഒരു കുറവുമില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്, നല്ലൊരു ത്രില്ലർ മൂവി തന്നെയാണ് ഇരുൾ എന്ന് പറയുന്നത്. എനിക്ക് വേറൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗബിൻ ഷാഹിറിൻ്റെ ചില സ്ഥലങ്ങളിലെ ഡയലോഗ് ഡെലിവറി, അദ്ദേഹം നല്ലൊരു പെർഫോമറാണ്, നല്ലൊരു ആക്ടറാണ്. പക്ഷേ എവിടെയൊക്കെയോ അദ്ദേഹത്തിന് ആ ഒരു സ്ലാങ് അദ്ദേഹത്തിനൊരു വിനയായി മാറുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു. കാരണം അദ്ദേഹം പറയുന്നതിനൊരു ക്ലിയർ കട്ടായിട്ട് കിട്ടാത്ത രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്ലാങ് അദ്ദേഹത്തിനെ ചിലയിടങ്ങളിൽ ചതിക്കുന്നതായിട്ട് എനിക്ക് തോന്നി.
മറ്റതെല്ലാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഗംഭീര സിനിമ തന്നെയാണ് ഇരുൾ. അപ്പോൾ എന്താണെങ്കിലും ഈ സിനിമയുടെ ഒരു ടോട്ടൽ ഔട്ട് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായ ഒരു അനുഭവം തന്നെയാണ് ഓരോ പ്രേക്ഷകനും സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നവാഗത സംവിധായകൻ എന്നുള്ള നിലയിൽ നസീഫ് യൂസുഫ് ഇസുദ്ദീൻ എന്ന സംവിധായകൻ തന്റെ വരവറിയിച്ചിരിക്കുന്നത് ഒരു നല്ല ത്രില്ലർ മൂവി കൊണ്ട് തന്നെയാണ്. ഇൻഷോട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നെറ്റ്ഫ്ലിക്സിൽ കാണാൻ സാധിക്കുന്ന ഒരു നല്ല മലയാളം ത്രില്ലർ മൂവി തന്നെയാണ് ഇരുൾ. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ സിനിമ കാണുക, എൻജോയ് ചെയ്യുക, ഇതൊരു അനുഭവമാക്കി മാറ്റുക. തീർച്ചയായിട്ടും എല്ലാവരും സിനിമ കാണുക. പുതിയ വീഡിയോ ആയിട്ടും പുതിയ കാര്യങ്ങളുമായിട്ടും ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും